ദിവസം മുന്നേ നടന്ന കഴിഞ്ഞ 2 ദിവസം മുന്നേ നടന്ന WP വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം എന്ന അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ അവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ത്രില്ലിൽ നിൽക്കുക. അച്ചീവ് ചെയ്ത ആൾക്കാർ വളരെ എക്സൈറ്റഡ് ആണുള്ളത്. അപ്പൊ വളരെ കുറച്ച് പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നത് സുഹറയാണ്. സുഹറ ഫ്രം കാസർഗോഡ് ബേക്കലാണ്. അപ്പം സുഹറ മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ആക്കി വരിക. ഓക്കെ, താങ്ക് യു സുഹറ മാം. വെൽക്കം ടു മോർണിംഗ് CEP. അപ്പൊ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. യെസ് സുഹറ മാം, മൈക്ക് അൺമ്യൂട്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ സാർ, താങ്ക് യു സാർ. സൗണ്ട് വരുന്നില്ലല്ലോ. ഓക്കെ ആണ് സാർ സൗണ്ട്? ഓക്കെ ആണ് സാർ സൗണ്ട്? കേൾക്കാമോ? എന്റെ സൗണ്ടിന്റെ പ്രശ്നമാണോ? മറ്റുള്ളവർക്ക് കേൾക്കാമോ? കേൾക്കാം മാഡം. സുഹറ മാം കേൾക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, എൻ്റെ പേര് സുഹറ മുസ. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ വന്നിട്ട് കുറച്ച് നാളായി. എനിക്ക് ഫാമിലി വെച്ചാൽ ഹസ്ബൻഡ്, 4 മക്കളടങ്ങിയ ഒരു ഫാമിലിയാണ്. വെസ്റ്റീജില് എത്ര ആയി വന്നിട്ട്? വെസ്റ്റീജിലേക്ക് വന്നിട്ട് ഒരു 6 മാസത്തോളമായി ഞാൻ വർക്ക് ചെയ്യുന്നത്. സീരിയസ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഒരു 3 മാസത്തിന്റെ ശേഷമാണ്. ഒരു 6 മാസത്തോളമായി ജോയിൻ ആയിട്ട്. 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നിംഗ് ടീമിന്റെ വെസ്റ്റീജിന്റെ വലിയൊരു ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തത് വളരെ കുറവായിരിക്കും. ആദ്യമായിട്ടാണോ ഇതുപോലെ ഒരു വലിയൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് അറ്റൻഡ്. ഓക്കെ, അപ്പോ ഒരു 6 മാസം മാത്രമായ ജസ്റ്റ് വെസ്റ്റീജ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെയുള്ളൊരു വലിയൊരു ഫംഗ്ഷന് ബേക്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം കാസർഗോഡാണ്. കാസർഗോഡ് നിന്ന് തിരൂർ വരെ വന്നു, അതിനുശേഷം മലപ്പുറത്തേക്ക് ബസ് കയറിയൊക്കെ വന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഫീൽ ചെയ്തെന്ന് വെച്ചാല് അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതിൽ കൂടി സക്സസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ഒന്നാമത് ഫീൽ ചെയ്തത്, അട്രാക്ഷൻ ചെയ്തത് സൗമ്യ ഉണ്ണികൃഷ്ണൻ എന്ന അവരാണ്. അവര് ഒരു 6 ദിവസം കൊണ്ട് സെഷനല്ല ഞാൻ പറയുന്നത്, സെഷനല്ല. ആക്ച്വലി നിങ്ങൾ ആ ഒരു യാത്രയിൽ വരുന്ന സമയത്ത് ഇവൻ ബസ്സിലൊക്കെ പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ആ ഒരു ഹാളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് പല ഫംഗ്ഷൻസ് നിങ്ങളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ വെസ്റ്റീജിന്റെ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ പല ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എന്തായാലും എത്രയോ ആൾക്കാർ, ഞാൻ ഇത്രയും കൂടുതൽ ആളെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇത്രയും കൂടുതൽ ആൾ അവിടെ ഉണ്ടാവും ഞാൻ സാധാരണ ഉള്ളവരായിരിക്കും. പക്ഷെ അവിടെ കണ്ടപ്പോഴാണ് അത്ഭുതം എന്ന് പറയാം. എന്നെ വളരെയധികം സന്തോഷിച്ചു. ഞാൻ ഇത്രയും ആളിടയിൽ എനിക്കും ഒരു അംഗമാവാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. ഞാനും മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 കുട്ടികളടക്കം, എൻ്റെ കുട്ടികളെല്ലാം വന്ന് വളരെ സന്തോഷം പറഞ്ഞു. നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ കടക്കാൻ വന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതി അവിടെ കണ്ട അവസരത്തിൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ കൃത്യസമയത്ത് തന്നെ എത്തിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ കയറിയ സമയത്ത് നിങ്ങൾക്ക് അവിടെ സീറ്റിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 1400 പേര് സീറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഏകദേശം ഒരു വിത്തിൻ 10-10:15 ആകുമ്പോഴേക്ക് തന്നെ അത് മുഴുവൻ കംപ്ലീറ്റ് ആയി. ആർക്കും ഇരിക്കാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും നിന്നിട്ട് എവിടെയാണ് സീറ്റ് എന്ന് ഞാൻ അന്വേഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവസാനം ഇവൻ ഓരോ സ്റ്റെപ്പുമ്മിൽ തന്നെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു, സ്റ്റെപ്പുമ്മിൽ കസേലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1400 പേരുടെ ഹാളിൽ ഒരു 1500+ ആൾക്കാർ, ചിലപ്പോൾ 1600+ ആൾക്കാർ അവിടെ എൻട്രി ആയിട്ടുണ്ടായിരുന്നു.
അപ്പോ സീറ്റൊക്കെ കിട്ടിയോ അവിടെ കയറി ഇരിക്കാൻ പറ്റിയിട്ട്? ഇല്ല, സീറ്റ് ഞാൻ ഇതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യ സ്റ്റെപ്പിൽ തന്നെയാണ് ഇരുന്നത്. അതിനുശേഷം ഹസ്ബൻഡ് ഒന്ന് താഴെ ഇറങ്ങി അതെല്ലാം അന്വേഷിച്ചപ്പോൾ ഒരു ചെയറൊന്ന് സെറ്റായി. അങ്ങനെ അവിടെ ഇരുന്ന ഫസ്റ്റത്തെ പ്രോഗ്രാം നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റിയിട്ടില്ല. 2-3 ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് നമുക്ക് അവിടെ കാണാനുള്ള പറ്റിയത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഈ വെസ്റ്റേജ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംഫർട്ടിലല്ല, നോൺ കംഫർട്ടബിളാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. എന്തായാലും അത് ആ ഒരു സെഷൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് ആ ഫീലിംഗ് ഒക്കെ മാറിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാർ, ഞാൻ കുറച്ച് വൈകിയത് കൊണ്ടായിരിക്കാം എനിക്ക് സീറ്റ് കിട്ടാത്തതെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവും. എനിവേ, അവരോട് പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് എത്താൻ വൈകി, അതുകൊണ്ടാണ് ഇങ്ങനെ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഏറ്റവും ഇൻസ്പയർ ആയ കാര്യം എന്താണ്? എന്നുവെച്ചാല് എന്താണ് നിങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തത്? അതെ ഞാൻ പറഞ്ഞല്ലോ അവരെ സൗമ്യ ഉണ്ണികൃഷ്ണൻ അവരെ ഫീൽ ചെയ്തു. സൗമ്യ ഉണ്ണികൃഷ്ണൻ എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്? അവരെ കണ്ടപ്പോഴാണോ അതോ അവരുടെ സ്പീച്ച് ആണോ, എന്താണ്? അവരത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല, അവരെ സ്റ്റേജിൽ നിന്ന് കാണാൻ പറ്റിയതല്ലേ. പിന്നെ അവര് സംസാരിച്ചപ്പോഴാണ് അവരെ അനുഭവം. അവര് ഇങ്ങനെ 6 ദിവസത്തിനുള്ളിൽ ബ്രോൺസ് ഡയറക്ടറും 18 ദിവസം കൊണ്ട് സിൽവർ ആവാതെ ഗോൾഡ് ഡയറക്ടറും 150 ദിവസം കൊണ്ട് സ്റ്റാർ ആവാതെ ഡയമണ്ട് പിടിച്ചത്, അങ്ങനെ അതെല്ലാം അവരെ അനുഭവം അവര് പറയുമ്പോ അപ്പൊ എന്തുകൊണ്ട് നമുക്കും അതില് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനോട് നമുക്ക് ഇനി വിട്ടാൽ ശരിയാവില്ല, ഇതിനെ പിടിച്ച് മുന്നോട്ട് പോവാൻ തന്നെയാണ് എന്റെ തീരുമാനം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ സൗമ്യ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയി. എനിക്കും അത് സാധിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായി. ഞാൻ ചെയ്തത് കുറച്ച് 6 മാസമായിട്ടുണ്ടെങ്കിലും എങ്കിൽ കൂടി ഞാൻ എന്താണ് ശരിയായ തുടക്കം തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ഫീലിംഗ് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇനി അങ്ങോട്ട് അപ്പോ നിങ്ങൾ ഒറ്റക്കല്ല അറ്റൻഡ് ചെയ്തത്, ഹസ്ബൻഡും മക്കളുമായിട്ട് അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഹസ്ബൻഡും മക്കളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഹസ്ബൻഡ് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? കാരണം ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട്ണറുടെ വില അല്ലെങ്കിൽ ഇതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹസ്ബൻഡ് എന്താണ് പറഞ്ഞത്? ഹസ്ബൻഡിന്റെ സപ്പോർട്ട് 100% എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് അടക്കം എൻ്റെ അടുത്തേക്ക് പറഞ്ഞ് ഇതിനെ വിട്ടിട്ടുള്ള ഒരു കളിയും ഇല്ല, ഇതിന് മുന്നോട്ട് എന്തായാലും മുന്നോട്ട് പോകുന്നത് തന്നെ, ഇങ്ങനെ മുന്നോട്ട് പിന്നോട്ട് വെക്കണ്ട, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണെന്നാണ് ഹസ്ബൻഡിന്റെ തീരുമാനം. വെരി ഗുഡ്, വെരി ഗുഡ്. എസ്പെഷ്യലി എന്ന് പറയുന്നത് നമ്മളൊരു ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ തന്നെ വിഷ്വലൈസ് ചെയ്ത കാര്യമായിരിക്കും. ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വളരെ UCDയും DCDയും DUCD ഒക്കെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ പരസ്പരം അന്യോന്യം സ്നേഹിക്കുന്നതും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്തുള്ള ആ ഫീലിംഗ് ഒക്കെ അവിടെ അവർ ഷെയർ ചെയ്തത് കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ. ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമായിട്ട് തോന്നിയേനോ അതോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഉറപ്പായിട്ട്, തീർച്ചയായിട്ടും 100% ഹസ്ബൻഡും എൻ്റെ കുട്ടികളും പറഞ്ഞത് നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് വളരെ നഷ്ടമായേനെ. ഇനിയും ഇതുപോലുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കണം, പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച തീരുമാനം. ഇനിയും മുന്നോട്ട് തന്നെ പോകാനാണ് ഞാനും എൻ്റെ ഫാമിലിയും തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ കൂടെ വന്നവരെയും ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹമുള്ളത്. താങ്ക് യു സുഹറം. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പം ചിലപ്പോൾ ഈ ഫംഗ്ഷനിൽ എത്താത്ത ആൾക്കാരുണ്ട്, പുതിയതായിട്ട് ഇന്ന് മോർണിംഗ് സീയിലേക്ക് പങ്കെടുത്ത ആൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് സുഹറം വേണ്ടത്? തീർച്ചയായിട്ടും അവരൊന്നും ഇതിനോട് ഇനി ഇതിൽ കൂടിയിട്ട് തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതാരും ഒഴിവാക്കിയിട്ട് പോകേണ്ട ഒരു കാര്യമല്ല. മുന്നോട്ടേക്ക് വരാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിയുന്നതും നമ്മുടെ എല്ലാ കഴിവുകളും ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് തുടരണമെന്നാണ് ഞാനിപ്പോ എൻ്റെ കൂടെ വന്നവരോടല്ല തന്നെ ഞാൻ പറയുന്നത്. ഇത്രയും വലിയ ഫംഗ്ഷനാണ്, നിങ്ങളെ കൂട്ടിക്കൊണ്ടാത്തതാണ് എൻ്റെ പക്കൽ നിന്ന് വന്ന തെറ്റെന്നാണ് പറഞ്ഞത്. അവരും കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കാണാമായിരുന്നു. അതുകൊണ്ട് ഇതിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അത്രമാത്രം.
ഇത് ഇനി മുന്നോട്ടല്ലാതെ പിന്നോട്ട് നമ്മൾക്ക് ഇതിലൊരു എന്താ വെച്ചാൽ അതിൽ ഒരു ഇത് കിട്ടിയത് തന്നെ നമ്മളൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കണം. നമുക്ക് ഓപ്പർച്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് തന്നെ നമുക്ക് അള്ളാഹുവിനെ ആദ്യം സ്മരിക്കാം. അൽഹംദുലില്ലാ. ഇനിയും ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ലീഡർമാരും എനിക്ക് സപ്പോർട്ടാണ്. ഷാഹിദ് സാറാണ് എന്നെ ഇതുവരെ എത്തിച്ചതെല്ലാം. ഷാഹിദ് സാർ പിന്നിൽ, വിനോദ് സാറും താങ്ക് യു ഷാഹിദ് സാർ. വിനോദ് സാർ ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സുഹറ മാം. നമ്മൾ കുറെ ആൾക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിങ്ങളെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നു. ആക്ച്വലി സുഹറ മാഡം പറഞ്ഞതിൽ നിന്ന് ഉൾക്കൊണ്ട് ഞാൻ പറയുന്നു, അതായത് ഇതുപോലെയുള്ള ഫങ്ഷൻസ് മിസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് ഗ്രോത്തിനെ ബാധിക്കും. അതേപോലെ ഈ ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഇൻസ്പിറേഷൻ കൂടും. ഈവൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് ബിലീഫ്സ് കൂടുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീഫ്സ് ഫാക്റ്റും വർദ്ധിച്ച് മാത്രമേ ഈ ബിസിനസ് ഗ്രോത്തിലേക്ക് ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അതാണ് സുഹ്റ മാഡം പറഞ്ഞത് അല്ലേ? താങ്ക് യു സുഹ്റ മാം. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന വ്യക്തി ഒരു തലശ്ശേരിക്കാരിയാണ്, പക്ഷേ സ്ഥലം കോളയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ആ വ്യക്തി അതേപോലെ വളരെ ഷോർട്ട് ടൈമേ ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് വന്നിട്ട്, വളരെ ബിസിനസ്സിൽ വന്ന സമയത്ത് തന്നെ ഈ ബിസിനസിന്റെ അവസരം മനസ്സിലാക്കി വളരെ സീരിയസ് ആയിട്ട് എല്ലാ ഫംഗ്ഷൻസിനും റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ജിമ്യ മാം ആണ്. അപ്പം ഞാൻ വെൽക്കം ചെയ്യുന്നു ജിമ്യ മാം, പ്ലീസ്. താങ്ക് യു സർ. യെസ് ജിമ്യ, ഗുഡ് മോർണിംഗ് ഓൾ. സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ജിമ്യ, കോളയാടാണ് സ്ഥലം. എൻ്റെ അപ്ലൈൻ ഉത്തമൻ സാറാണ്, മെന്റർ മനോജ് പാറയിൽ സാറാണ്. ഞാനിപ്പം ഒരു 6 മാസമാകുന്നു പ്രസ്റ്റീജ് ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ട്. ഒരു തീരുമാനം എടുത്തത് ബൂട്ട് ക്യാമ്പിലൂടെയാണ് പ്രസ്റ്റീജ് ചെയ്യാമെന്ന്. ഐഡിയ ഒക്കെ അടിച്ചെങ്കിലും ഞാൻ വേറൊരു ഇൻഡസ്ട്രിയിൽ ചെയ്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കമ്പയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ വേണോ വേണ്ടയോ എന്നിങ്ങനെ ഇതായി നിൽക്കുന്ന സമയത്താണ് ബൂട്ട് ക്യാമ്പിന് പോയത്. അപ്പൊ അവിടെ വെച്ചാണ് തീരുമാനം എടുത്തത്. അപ്പോ നിങ്ങൾ പറഞ്ഞു പ്രോഗ്രാമിന്റെ വാല്യൂ നിങ്ങൾ പറഞ്ഞു ഒരു ബൂട്ട് ക്യാമ്പിൽ ഒരു പ്രോഗ്രാം പോലും മിസ്സാക്കാറില്ല. പരമാവധി എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. ജിമ്യ മാഡത്തിന്റെ വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തോളൂ, കട്ടാകുന്നുണ്ടോന്നൊരു ഡൗട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ബൂട്ട് ക്യാമ്പില് അറ്റൻഡ് ചെയ്ത സമയത്താണ് ഒരു തീരുമാനം എടുത്തതെന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു ബൂട്ട് ക്യാമ്പ്, ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അവിടെ ഒരു 2 ഡേ പ്രോഗ്രാം ആയിരുന്നു. അവിടെ അത് അറ്റൻഡ് ചെയ്ത സമയത്താണ് നിങ്ങൾ തീരുമാനം എടുത്തത്. അപ്പൊ ഒരു വലിയ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ഫംഗ്ഷനിലേക്ക് രണ്ടാമതായിട്ട് എൻട്രി ചെയ്യുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? രണ്ടും വെസ്റ്റീജിന്റെ ഫംഗ്ഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം നിങ്ങൾ എൻട്രി ചെയ്ത സമയത്ത്, എല്ലാ ഒരു വേദിയിലേക്ക് കടന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? അവിടെ നമുക്ക് ഇത്ര പേർക്കെന്ന് പറഞ്ഞ് ഇത്രയും ഇത്രയൊരു ജനക്കൂട്ടം അവിടെ ഇല്ലായിരുന്നു. അവിടെയുള്ളത് നമ്മൾ കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു അവിടെ ആൾക്കാർക്ക്. പക്ഷെ ഇവിടെ ആ ഒരു പരിമിതി കഴിഞ്ഞിട്ടും പിന്നെ ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. ഓരോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപ്പം നല്ല ഒരു എന്താ വേണ്ട, നമ്മളിപ്പോ ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു നമ്മുടെ ഫാമിലിയിലെ വലിയൊരു പ്രോഗ്രാമിന് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു ഫീൽ ആയിരുന്നു. ഞാനും ഷീല മാമും ഒന്നിച്ചാണ് വന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് കുറച്ച് ലേറ്റ് ആയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി, എല്ലാം അടുത്തിരുന്ന് കാണാൻ പറ്റി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അവിടെ കയറിയ സമയത്ത് ആദ്യം കണ്ടതെന്ന് ഒരു റെസിഡൻഷ്യൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് ലിമിറ്റഡ് സീറ്റ് ആയിരുന്നു. ഇവിടെ അൺലിമിറ്റഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു അനുഭൂതി അവിടെ ഫീൽ ചെയ്തു അല്ലെ? ഒരു എന്താ പറയണ്ടേ, വെസ്റ്റീജ് കുടുംബം ചെറുതല്ല, അതില് വലിയ കടല് പോലെയാണെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അതെ അതെ, അത് ഇപ്പം നമ്മളോട് ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു ഇൻഡസ്ട്രിയിൽ ചെയ്തതാണ്. അപ്പം അവര് നമ്മളോട് പറഞ്ഞ് നമുക്ക് ഒരു ഇതിന്റെ ഉള്ളിൽ അവർ നിർത്തുന്നത്. അപ്പം അവര് നമ്മളോട് പറയുന്നതെന്ന് വെച്ചാല് വേറെ ഉള്ളവരൊന്നും ഇതുപോലെ ചെയ്യുന്നില്ല, അവർക്ക് ഇതുപോലെ പ്രോഗ്രാമുകളില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ
ജോയിൻ ചെയ്യുന്ന സമയത്താണേലും പിന്നീടാണേലും നമ്മളെ ആ ഒരു ഇത് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോഴാണ് ഇതും കടല് പോലെയാണെന്ന് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു ജിമിയ മാം. നിങ്ങൾക്ക് അവിടെ ആ ഫംഗ്ഷൻ മുഴുവനായി കണ്ട സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയണ്ടേ ഇൻസ്പയർഡ് ആയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവം എന്താണ്, അല്ലെ അത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ മറക്കാനാത്ത ഒരു സംഭവമായി മാറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന് നമ്മുടെ ദീപക് സാറിനെ കണ്ടത്. കാരണം നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ്, ഞാന് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളെയാണ്. അപ്പൊ ആ ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ ഒക്കെ ബ്രാൻഡ് അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തെ നേരിൽ, അതും ആ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് തന്നെ തൊട്ടടുത്തെന്ന് പറയുന്ന പോലെ തന്നെ ഇരുന്ന് കാണാൻ പറ്റി. അത് ഭയങ്കര എന്താ പറയണ്ടേ, അതൊരിക്കലും സംഭവിക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല. ആ പ്രോഗ്രാമിന് വരുമ്പോ പോലും നമുക്ക് ബാക്കിൽ എവിടെയെങ്കിലും, കാരണം ലേറ്റായി വന്നതുകൊണ്ട് തന്നെ ബാക്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കാണാൻ പറ്റുമായിരിക്കും എന്നൊരു ഇതിലാണ് വന്നത്. പക്ഷെ ആ കണ്ട സമയത്ത് സത്യമായിട്ടും എന്താ പറയണ്ടേ, ഒരു വിറയലായിരുന്നു. ശരി, അങ്ങനെയല്ല, നമുക്കൊരു എന്താ പറയണ്ടേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയ്ക്ക് നമ്മളൊരു ആരവത്തോടെയാണ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ആനയിച്ചതും ഒക്കെ. പിന്നെ ആരതി മാമിനെ കണ്ടത്. പറഞ്ഞോളൂ. അതെ, പിന്നെ ആരതി മാമിനെ കണ്ടത്. മാം ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകളെ പറ്റിയൊക്കെ അത്ര വിശദമായിട്ട് നല്ല ഓരോ നമ്മുടെ SF9 പ്രൊഡക്റ്റുകളെ പറ്റിയൊക്കെ നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നത്. അതൊക്കെ ഭയങ്കര ഫീൽ ആയിരുന്നു. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റീജ് മാനേജ്മെന്റിന് തൊട്ടടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യെത്തും ദൂരത്ത് തന്നെ ചിലപ്പോൾ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റി. ദീപക് സൂദ് എന്ന് പറഞ്ഞ വ്യക്തി ആക്ച്വലി അവിടെ പറയുന്നുണ്ടായിരുന്നു, ഏകദേശം ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്, അല്ലെ, നമ്മൾ SF9 ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആണ് അദ്ദേഹത്തിന് എന്താണ് വാഴ്ത്തപ്പെടുന്നത്. അപ്പം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വെസ്റ്റീജിൽ വരുന്ന സമയത്ത് എങ്ങനെയാണോ 19 വർഷത്തിന് ശേഷം SF9 വന്നിട്ട് 19 വർഷമായി എന്ന് പറഞ്ഞു. അപ്പൊ 19 വർഷം കഴിഞ്ഞിട്ടും ദീപക് സൂദ് അതേ വ്യക്തിയായിട്ട്, അതായത് ഏജ് ഒരു മാറ്റവും ഇല്ലാതെ തുടർന്ന് പോകുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വെച്ചതെന്ന് പറഞ്ഞു, അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്, അല്ലെ. പ്രൊഡക്റ്റ് നമ്മളൊക്കെ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് സാധാരണ പല കമ്പനിയുടെ മാനേജ്മെന്റും ആ പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കാറില്ല, അത് മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുക ചെയ്യാറ്. കാരണം അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ വിശ്വാസക്കുറവ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ വെസ്റ്റീജ് മാനേജ്മെന്റിനെയാണ് ആദ്യം പ്രൊഡക്റ്റായി മാറുന്നത്. ഓക്കെ, അത് വലിയൊരു നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. അതെ അതെ പറയാനുണ്ടോ? എന്തെങ്കിലും പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പം അവിടെ നമ്മളോട് ലീഡേഴ്സ് ഇതേപോലെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവരാരും ഉപയോഗിക്കുന്ന, ചുരുക്കം ചിലരൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും ഉപയോഗിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷെ ഞാനിവിടെ വന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മുടെ ഇപ്പം ജസ്റ്റ് ഉത്തമേട്ടന്റെ വീട്ടിൽ ചെന്നാലും അതെ, ഇപ്പം എവിടെ ചെന്നാലും നമ്മുടെ ലീഡേഴ്സ് ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ലീഡേഴ്സ് തന്നെയാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ചുമയോ അല്ലെങ്കിൽ അവരുടെ കൂടെ പോകുന്ന സമയത്ത് വയറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്ന് പെട്ടെന്ന് കോംബയോട്ടിക് അല്ലെങ്കിൽ റെസ്പോ കെയർ, എനിക്ക് റെസ്പോ കെയർ പല പ്രാവശ്യം സാറ് തന്നെ തന്നിട്ടുണ്ട്, അതേപോലെ ഉത്തമേട്ടൻ അവരൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന വഴിക്കാണെങ്കിലും പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ ഇത് കഴിക്കുമെന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം അത്രയും ഇതോടെ കെയറോടെ അത്രയും ഇതായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ലീഡേഴ്സ്. ഓക്കെ, താങ്ക് യു. ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളില് എന്തെങ്കിലും ഒരു തോന്നലുണ്ടായോ? ഈശ്വര, ഈ ഒരു ഫംഗ്ഷൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായേനെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ചെയ്തോ? ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ആദ്യം നമ്മുടെ സാറൊക്കെ, ദീപക് സാറൊക്കെ ഇതാക്കുന്ന സ്പീച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് അത് തർജ്ജിമ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ സുധീഷ് സാറോ അല്ലെങ്കിൽ നമ്മുടെ EDS പ്രോഗ്രാം നമ്മുടെ അത്രയും ഇതായി നമ്മുടെ ഉള്ളിലേക്ക് കയറിയത് നമ്മുടെ ജ്യോതിഷ് സാറ് ചെയ്തത് കൊണ്ടാണ്. അതിന്റെ ഇത് നമുക്ക് അതിന്റെ ഒരു ഇതും പോകാത്ത വിധത്തിൽ നമുക്ക് മനസ്സിലേക്ക് കയറിയത് നമ്മുടെ ജ്യോതിഷ് സാർ അത് തർജ്ജിമ ചെയ്ത് തന്നതുകൊണ്ടാണ്.
അപ്പം ആ ഒരു ഇത് നമുക്ക് ഫീൽ അവിടെ കിട്ടിയില്ല. ഞാൻ ഷീല മാമിനോട് അന്നേരം തന്നെ പറയും ചെയ്തു, ഇത് നമ്മുടെ ജ്യോതിഷ് സാറോ സുധീഷ് സാറോ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു എന്താ പറയണ്ടേ, ഒരു വലിയൊരു ആരവം തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ അന്നേരം പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തീർക്കുന്ന വിധത്തില് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിന്റെ വൈഫ്, അതേപോലെ നമ്മുടെ ബാക്കി ലീഡേഴ്സ് എല്ലാരും, മോണിക്ക മാമ ആയിക്കോട്ടെ, അവരെല്ലാരും നല്ല എന്താ പറയണ്ടേ, നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ആ ഒരു ഇത് വിളിച്ചു പറയുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ആ ഒരു സ്പീച്ച് നടത്തി നമ്മുടെ ആ വിഷമം തീർത്തു തന്നു. അപ്പൊ അതൊക്കെ അതേപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് ചെയ്തത് ഉണ്ണികൃഷ്ണൻ സാറിന്റെ വൈഫ് പറഞ്ഞത് തന്നെയാണ്. അവര് അത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്തു. ഓടി ഓടി നടന്ന് അച്ചീവ്മെന്റ് ഓരോന്ന് വാരിക്കൂട്ടിയെടുത്തു. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര. അതേപോലെ തന്നെ നമ്മുടെ റെയ്ഹാനത്ത് മാഡം വിളിച്ചു പറഞ്ഞത് 5 കാറുണ്ട്. അവര് ഒരു മിനിറ്റ് 2 മിനിറ്റോ മറ്റോ പറഞ്ഞുള്ളൂ, 2-3 മിനിറ്റ് അവിടെ സംസാരിച്ചുള്ളൂ. പക്ഷെ അതൊരു എന്താ പറയണ്ട, ഒരു തീപ്പൊരിയായിരുന്നു. പിന്നെ അങ്ങ് എന്താ പറയണ്ടേ, ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് അമ്പെയ്ത് വീഴ്ത്തുന്ന പോലെ ഭയങ്കര നല്ല രീതിയിൽ തന്നെ അവരത് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര, അതൊക്കെ പറയുമ്പോ നമുക്ക് ഇപ്പോഴും എന്താ പറയണ്ടേ, കുളിര് പോരും. അതുപോലെയായിരുന്നു. ഓക്കെ ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഇത് ഫീൽ ചെയ്തത് അവിടെ നമ്മുടെ ദീപക് സൂദ് സാർ ആയിക്കോട്ടെ, അതുപോലെ മറ്റ് ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാം കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്നുള്ള കാര്യം, അത് നമ്മുടെ ടീം ലെവലിലാണെങ്കിലും നല്ല രീതിയിൽ തർജ്ജമ ചെയ്യാറുണ്ട്. അത് സത്യം തന്നെയാണ്. വെസ്റ്റീജ് എപ്പോഴും നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ മിക്കപ്പോഴും അവരവരുടെ ആ ലാംഗ്വേജ്, പ്രത്യേകിച്ചിട്ട് ദീപക് സുധൊക്കെ പറയുന്നത് വെസ്റ്റീജ് ബിസിനസ്സിൽ 2 ലാംഗ്വേജേ ഉള്ളൂ, ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ഹിന്ദി എന്നുള്ള കാര്യം. അതുകൊണ്ടുള്ള അത് ഈവൻ അന്നത്തെ ആ ഒരു ട്രെയിനിങ് സെഷനിൽ ഈവൻ ആ WP തന്നെ നമ്മുടെ മാഡം പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ ഞാൻ എനിക്ക് ഇവിടെ സംസാരിക്കുന്നത് 2 ഭാഷയാണ്, ഒന്ന് ഹൃദയത്തിന്റെ കൊണ്ടും 2 ബ്യൂട്ടി കൊണ്ടും. ഹൃദയം കൊണ്ടും ബ്യൂട്ടി കൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അല്ലെ. അവർ അത് ക്ലിയർ ആയി പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും മലയാളം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, എനിക്ക് മലയാളം അറിയില്ല. ഇംഗ്ലീഷ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ 2 ഗുണം. ഒന്ന്, നിങ്ങൾക്ക് എപ്പോഴും എന്നെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഇത് ഇംഗ്ലീഷ് മനസ്സിലാക്കിയാൽ മാത്രമേ എന്നെ പലപ്പോഴും ഇൻവൈറ്റ് ചെയ്യൂ. ആ സമയത്ത് എനിക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല ബിസിനസ് ഡെവലപ്പ് ആകുക, അത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലെ. അത് കൂടാതെ തന്നെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾക്ക് ഹിന്ദി ഫിലിമും ഹിന്ദി മ്യൂസിക്കും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടാം, പക്ഷേ നമ്മൾ ഇതുപോലെ ഫംഗ്ഷനിൽ മാത്രം ഭാഷ മാറുന്ന സമയത്ത് നമുക്ക് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ ഒരു മടി എന്നുള്ള കാര്യം, അത് നമ്മളെ മൈൻഡ് സെറ്റ് ആണ്. ഒരിക്കലും ഭാഷയല്ല നിങ്ങളിലേക്ക് ആ സാധനം എത്തുന്നെന്നുള്ളത് കാര്യമായിട്ട് അവർ പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ ഒരു ഫംഗ്ഷൻ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ മാത്രമുള്ള ഫംഗ്ഷനിൽ തർജ്ജമയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ടൈമിന് തീർക്കാനും പറ്റില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ വിഷ്ണു സാർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതിന്റെ ഒട്ടും മാറ്റുകൂട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എല്ലാവരും എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എല്ലാവരും അവസാന നിമിഷം വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ജിമ മാം. ഇത് കണ്ട സമയത്ത് അല്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇത് ഈ ഒരു ഫംഗ്ഷനിലേക്ക് വന്നു, അറ്റൻഡ് ചെയ്തു, തിരിച്ചു പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ആരെ കാണുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? സാറ് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ പ്രോഗ്രാംസ് തന്നെയാണ്. പ്രോഗ്രാംസ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പം CND ആയിക്കോട്ടെ, അഗ്രി ട്രെയിനിങ് ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് നമുക്ക് ഒരു മാസത്തിൽ പല പ്രോഗ്രാംസും വരാറുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ കണ്ടത് തന്നെയായിരിക്കും നമ്മൾ പിന്നെയും കാണുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം കണ്ടതായിരിക്കില്ല ചിലപ്പം അടുത്ത പ്രാവശ്യം കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നമുക്ക് ക്യാച്ച് ചെയ്യാനുണ്ടായിരിക്കും. അപ്പം പരമാവധി പ്രോഗ്രാമുകൾ മിസ് ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും ഇവിടെ സ്റ്റിക്ക്, കാരണം വലിയ ഇതായിട്ട് എനിക്ക് ഏണിങ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ തോറ്റുപോയത് കൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം പ്രോഗ്രാംസ് തന്നെയാണ്. അത് ഓരോ പ്രോഗ്രാംസും വിടാതെ കാണുന്നത്, അത് പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവിടെ
നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എനിക്കത് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത്, ഒന്ന് നമ്മള് ചെറുതായിട്ടൊന്ന് ഡൗൺ ആകുമ്പോൾ നമ്മളെ ഒന്ന് എന്താ ചെയ്യേണ്ടത്, മോട്ടിവേറ്റ് ചെയ്യാനും, അതേപോലെ നമുക്ക് കുറച്ചുകൂടി ശക്തിയിൽ ഓടാനുള്ള ഇത് തരുന്നത് നമുക്ക് പ്രോഗ്രാമുകളാണ്. ഓക്കെ, അപ്പം പ്രോഗ്രാമുകളാണ് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ കൂട്ടുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വരുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ FRU ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒരു കാണിയായിട്ട് കയറാനാണോ ആഗ്രഹിക്കുന്നത്, അതോ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് കയറാനാണോ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തോ? ഇല്ല, അച്ചീവ്മെന്റോട് കൂടെ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു, അച്ചീവ്മെന്റോട് കൂടെ കയറാൻ തന്നെയാണ് ആഗ്രഹം, കയറണമെന്ന് തന്നെയാണ് തീരുമാനം. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അച്ചീവ്മെന്റ്, അതുകൂടി പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. ക്രൗൺ ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, ക്രൗൺ ആണ്. FRUവിന് ക്രൗൺ ആയിട്ട് സ്റ്റേജിൽ കയറണം എന്നാണ് എന്റെ ആഗ്രഹം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആ ഒരു FREയില് ക്രൗഡിന് മാത്രമേ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. നമ്മളെടുക്ക് ഇനിയും ഒരു 60 ദിവസത്തോളം സമയമുണ്ട്. ഒന്ന് ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. എന്തായാലും അത് സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റുള്ളവരിലേക്ക് നമുക്ക് പോകേണ്ടതുകൊണ്ട് തൽക്കാലം ഇവിടെ വിട പറയുന്നു. താങ്ക് യു ജിമ്യ മാം. നെക്സ്റ്റ് നമ്മൾക്ക് കാണാവുന്ന വ്യക്തി ഏകദേശം ഈ ഒരു ഇന്ന് അറ്റൻഡ് ചെയ്ത ആൾക്കാർ കാസർഗോഡ് മുതൽ ഓൾമോസ്റ്റ് തൃശ്ശൂർ വരെ ഉണ്ട്. അപ്പം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. വളരെ പാഷനായിട്ട്, വളരെ എനിക്ക് തോന്നുന്നു 2-3 മാസമായിട്ടും STG ബിസിനസ്സിലേക്ക് വന്നിട്ട് പോകും. എന്നിട്ട് കൂടി വളരെ പാഷനായി ഇതിനെ കണ്ട് എല്ലാ മീറ്റിങ്ങും, റെഗുലർ ആയിട്ടുള്ള ഓൺലൈൻ മീറ്റിംഗ് ആയിക്കോട്ടെ, ഈവൻ ഓഫ്ലൈൻ മീറ്റിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ പ്രൗഡോട് കൂടി എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു മിസ്സിസ് സജിത മാം. പ്ലീസ് വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒന്ന് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെൽഫായിട്ട്. ഓക്കെ, എന്റെ പേര് സാജിദ ദാവൂദ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്ത് കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും 4 കുട്ടികൾ അടങ്ങുന്നതാണ് എന്റെ ഫാമിലി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് ഇപ്പൊ 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. എന്റെ അപ്ലൈൻ എന്ന് പറയുന്നത് മഹേഷൻ KB എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഒരു സാറാണ്. എന്റെ മെന്റർ എന്ന് പറയുന്നത് ഷാജിത്തിൽ സാറാണ്. എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ആ സാർ മാത്രമാണ്, ഷാജിത്തിൽ സാറാണ്. എനിക്ക് ഈ ഒരു അവസരത്തിൽ സാറിന്റെ പേര് പറയാൻ വളരെ സന്തോഷമാണ് എനിക്ക്. സജിത മാം ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് എത്ര മാസങ്ങളായി? ഞാൻ 3 മാസം മാത്രമായിട്ടുള്ളൂ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട്. വെറും 3 മാസം കൊണ്ട് വന്ന സമയത്ത്, 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഫംഗ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. എത്ര ഫംഗ്ഷൻസുകൾ അറ്റൻഡ് ചെയ്തു വന്നതിന് ശേഷം ഈ 3 മാസങ്ങൾ വലിയ ഫംഗ്ഷൻസ്? ഞാൻ ആകെ കൂടി ഒരൊറ്റ ഫംഗ്ഷനാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അച്ചീവേഴ്സ് മീറ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത്. ഇപ്പൊ രണ്ടാമത്തെ ഇതാണ് നമ്മുടെ വുമൻസ് എംപവർമെന്റ്. ഓക്കെ, അപ്പം അച്ചീവേഴ്സ് മീറ്റ് തൃശ്ശൂരാണ് നടന്നത് അല്ലെ? ഈ കഴിഞ്ഞ അച്ചീവേഴ്സ് മീറ്റ്, ആ അച്ചീവേഴ്സ് മീറ്റില് നിങ്ങളെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തിരുന്നു. അപ്പം അവിടെ തന്നെ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, ത്രിൽഡ് ആയിരുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു അച്ചീവേഴ്സ് മീറ്റിന് കഴിഞ്ഞതിന് ശേഷം സെയിം അതേപോലെയുള്ള വെസ്റ്റേജിന്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു നടന്ന വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം. അപ്പൊ ഈ വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്ന സമയത്ത് ആ ഒരു അച്ചീവേഴ്സ് മീറ്റിൽ വന്ന ഒരു അനുഭവവും, അതേപോലെ ഈ ഒരു വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്തും എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തത് അച്ചീവേഴ്സ് മീറ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര വലിയൊരു പ്രോഗ്രാം ആണോ, ഞാൻ ഇതിലെ ചെറിയൊരു ഭാഗം മാത്രമാണല്ലോ എന്നുള്ളത് ഫീൽ ആയിരുന്നുണ്ടായിരുന്നത്. പക്ഷെ വുമൻസ് എംപവർമെന്റിൽ വന്നപ്പോൾ ഞാൻ തോന്നി ഇതൊന്നല്ല വെസ്റ്റേജ് എന്ന് മനസ്സിലായത് അപ്പോഴാണ്. കാരണം ജനസാഗരമാണ് നമ്മുടെ ഈ വുമൻസ് എംപവർമെന്റ്. അത് ഇത്രയും ലേഡീസ് ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആകെ അത്ഭുതമായി. ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് തിരൂര് വരെ ട്രെയിനിലാണ് വന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒറ്റയ്ക്ക്, മോനുണ്ട് കൂടെ, എങ്കിൽ പോലും ഞാൻ ഇത്ര ദൂരെ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക എന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷനിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ തിരൂര് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വുമൻസ് എംപവർമെന്റ് നടക്കുന്ന ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ എത്തണം എന്നുള്ള വഴി പോലും കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ വീട്ടിൽ അവിടുത്തെ ആളെടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ മഞ്ചേരി കയറിയാൽ മതി, ബസ്സിൽ കയറിയാൽ മതി, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതനുസരിച്ചാണ് കയറിയത്. പക്ഷെ കയറുമ്പോഴും എനിക്ക് കൃത്യമായിട്ട് സ്പോട്ട് എവിടെയാണ് ഇറങ്ങേണ്ടതെന്നുള്ളത് അറിയില്ല, സ്റ്റോപ്പ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല.
ഞാൻ എന്ത് ചെയ്യുന്നറിഞ്ഞ് നോക്കിയപ്പോ സത്യത്തില് ബസ്സിൽ എനിക്ക് അത്ഭുതമായി പോയി. കാരണം ബസ്സിൽ ഞാൻ നോക്കിയപ്പോ ഫുള്ള് എന്താ ഒരു പകുതിയിൽ കൂടുതൽ പിങ്ക് ഡ്രസ് ഇട്ട ആളുകളാണ്. അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ പ്രോഗ്രാമിലേക്കുള്ള ആളുകളായിരിക്കും. കാരണം എന്താ വെച്ചാല് ആ ഒരു പിങ്ക് ഡ്രസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ബാക്കിൽ നിന്നിരുന്ന ഒരു മാഡത്തിന് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്, നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചപ്പോ അതെ ഞങ്ങൾ വെസ്റ്റീജിന്റെ പ്രോഗ്രാമിലേക്കാണ് പോണെന്ന് പറഞ്ഞു. അപ്പൊ വളരെ സന്തോഷം. കാരണം എനിക്ക് ഇനി വേറെ കൺഫ്യൂഷൻ വേണ്ട, എവിടെ ഇറങ്ങണം എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരെല്ലാവരും ഇത്രയും ആളുകളുണ്ട്, അപ്പൊ അവരിറങ്ങുന്ന കൂടെ എനിക്ക് ഇറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവരെ കൂടെ തന്നെ ഇറങ്ങി. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ബസ്സിൽ കയറിയപ്പോ ആ ഒരു മാഡം പരിചയപ്പെട്ട സത്യത്തിൽ ഞാൻ പേര് പോലും പരസ്പരം പറഞ്ഞ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവര് എന്താ എനിക്ക് ഇരിക്കാൻ സീറ്റ് അവര് ഇറങ്ങി. കാരണം അത്രയും തിരക്കായിരുന്നു ബസ്സിൽ. എന്നിട്ട് ഒരു സീറ്റ് കിട്ടിയപ്പോഴത്തേനും എന്നെ വേഗം വിളിച്ചിട്ട് എന്നെ അവിടെ ഇരുത്തി. അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയമായപ്പോഴും എന്നെ വേഗം കൂടെ വിളിച്ചിറക്കി. അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം നമ്മളിങ്ങനെ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോയി, അത് ഇതുവരെ ജീവിതത്തിൽ കാണാത്ത വ്യക്തികളാണ് നമ്മൾ കണ്ടത്. അപ്പൊ അവര് ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്താനായിട്ട് ആ ഒരു ബസ്സിൽ യാത്രയിലൂടെ അവര് തന്നെ ഹെൽപ്പ് ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. പിന്നെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നേരെ വൈകി. ഞാൻ 9 മണിക്ക് എത്തണമെന്ന് കരുതിയിട്ടാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടതെങ്കിൽ കൂടിയിട്ട് എനിക്ക് ട്രെയിൻ കിട്ടാനൊക്കെ വൈകിട്ട് ഞാൻ ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു 10:30 ആ ഒരു ടൈമായി. ഞാൻ സത്യത്തില് കുറെ പ്രോഗ്രാം മിസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയാത്ത ഒരു വിഷമത്തിലാണ് വന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ അപ്പോഴും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അപ്പോഴും ഇത്രയും ആളുകൾ വന്നു. എനിക്ക് അത്ഭുതമായി. കാരണം സീറ്റ് കിട്ടുന്ന ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടിയിട്ട് മഹേഷ് സാർ എനിക്ക് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സീറ്റ് കിട്ടിയിരിക്കാനും മേലെയാണ് ഇരുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റാ. കാരണം ഇത്രയും ഞാൻ കണ്ട അച്ചീവേഴ്സ് മീറ്റിൽ കണ്ട പോലെ എല്ലാ ജനങ്ങളും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഇതല്ലല്ലോ പ്രോഗ്രാം വരാൻ പോകുന്നത്. ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ വെസ്റ്റീജ് എന്ന് പറയുന്നത് ഇത്രയും ജനങ്ങളുള്ള അല്ലെങ്കിൽ ഇത്രയും ലേഡീസ് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണെന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലായത് അപ്പോഴാണ്. അപ്പം നിങ്ങൾ ബസ് കയറിയ സമയത്ത് മുതൽ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. ഈവൻ വെസ്റ്റീജിന്റെ കൾച്ചർ എന്താണ് എന്നുള്ളതും അവിടെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? അത് പല്ലേ ആപ്പ് എന്നുള്ള ആ ഒരു രീതിയിലാണ് അല്ലെ? ഒരു സീറ്റ് പോലും നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത ഒരു വെസ്റ്റീജിയൻ നമുക്ക് വേണ്ടി റെഡിയായി എന്നുള്ളതാണ്. വെരി ഗുഡ്. അതേപോലെ തന്നെ ഈ മലപ്പുറം എന്നുള്ള ഒരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വരുന്ന സമയത്ത് ഒരു പിങ്ക് എന്താണ് കടല് അല്ലെ? ഒരു പിങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കടല് പോലെ കുറെ ആൾക്കാരെ കണ്ടു. ഈവൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പിങ്ക് ഡ്രസ് ഇട്ടിട്ട് വരണം എന്നുള്ളത് അല്ലെ? അപ്പോ എസ്പെഷ്യലി നിങ്ങൾ എപ്പോഴും ഈ ഒരു പർദ്ദ മാത്രം ഇട്ടിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടുള്ളത്. എന്നിട്ട് കൂടി നിങ്ങൾ ആ ഒരു ഡ്രസ് ഇട്ടിട്ട് അവിടെ വന്നു. അതൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. എന്ത് തോന്നി അന്ന് ആ ഒരു പിങ്ക് ഡ്രസ് ഇട്ടിട്ട് വരാൻ തോന്നിയ സമയത്ത്? സത്യത്തിൽ ഞാൻ പിങ്ക് ഡ്രസ് ഇട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു നഷ്ടം പോലെ ആയേനെ. കാരണം ഞാൻ മാത്രം ഒറ്റപ്പെട്ട പോലെ ആകും എന്നുള്ള ഫീൽ ഉണ്ടായി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പിങ്ക് കളർ ഡ്രസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോ. അപ്പൊ ആദ്യം ആള് പറഞ്ഞു, അപ്പൊ പ്രോഗ്രാമിന് പോകുമ്പോ അങ്ങനെ ഏതിട്ടാലും എന്താ കുഴപ്പമില്ലല്ലോ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, വുമൻസ് എംപവർമെന്റ് പ്രോഗ്രാമിന് ഒരു പുരുഷന്മാർക്കാണെങ്കിൽ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റ് ആണെങ്കിൽ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പിങ്ക് ഡ്രസ്സാണ്. അപ്പൊ അതിൽ മാച്ച് ആവുന്ന, അത് കറക്റ്റ് അതുപോലെ അല്ലെങ്കിലും മാച്ച് ആവുന്ന തരത്തിലുള്ള ഏതെങ്കിലും കളർ ഡ്രസ്സ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനത്തെ കളർ ഡ്രസ്സുകൾ ഇല്ല. ഞാൻ ബ്ലാക്ക് ആണ് ഫുൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എന്റെ മോളുടെ പർദ്ദയാണത്. അവൾക്ക് ഒരു പിങ്ക് ഉള്ളപ്പോൾ ഞാൻ അതിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു വേഷം ഞാൻ ധരിക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടില്ല. ഞാൻ ചുരിദാറൊക്കെ പണ്ട് ഞാൻ പർദ്ദ ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ് ചുരിദാർ മാത്രമാണ് യൂസ് ചെയ്തിരുന്നിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഗൗണൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ എന്താ പറയാ, ആ ഒരു ഇതിട്ടപ്പോ വളരെ സന്തോഷമായി. കാരണം ഞാനും അതിലൊരാളായി മാറാൻ പറ്റിയല്ലോ എന്നുള്ള വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. താങ്ക് യു. അപ്പോ നിങ്ങൾ ഈ ഫംഗ്ഷന് ഇവൻ ഓൾറെഡി HUS മീറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഇതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങളുടെ വിമൻസിന്റെ ഒരു പ്രോഗ്രാം ആയിട്ടാണ് വെസ്റ്റീജ് അത് നടത്തിയത്, വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പൊ അവിടെ ഇത്രയും സ്ത്രീകളെ കണ്ട സമയത്തും അതേപോലെ ആ ഫംഗ്ഷനിൽ നിന്ന് പല ആൾക്കാരുടെ സ്പീച്ച് കേട്ട സമയത്തൊക്കെ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായത്? എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാനിപ്പോ ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് 3 മാസം മാത്രമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ആയിഷ മാഡത്തിന്റെയും അവരുടെ റെഹാൻ മാഡത്തിന്റെ, പിന്നെ റെഹാൻ മാഡത്തിന്റെ സഹോദരാന്ന് തോന്നുന്നുണ്ട് ഒരു മാഡം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പിന്നെ ഒരു അംഗനവാടിയില് വർക്ക് ചെയ്തിരുന്ന ഒരു മാഡത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മുടെ ക്രൗൺ ആയിട്ടുള്ള. അപ്പൊ അവരൊക്കെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, കാരണം എന്താ അവരൊക്കെ ഇങ്ങനെയൊക്കെ നേടാന്നുണ്ടെങ്കിൽ നമുക്കും എന്താ നേടാൻ പറ്റാതെ പോകുന്നത്.
കാരണം ഇപ്പൊ നമ്മുടെ ഐശ്വര്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത മാമാണ്. എന്നിട്ട് ഇത്രയും വലിയൊരു അതും എന്താ പറയാ ദീപക് സാർ പോലുള്ള അദ്ദേഹത്തിന്റെ അവരുടെ വീട് വലിയ ഫംഗ്ഷനിൽ അങ്ങനെയുള്ള വലിയൊരു ആള് വരെ വന്ന് ഇതാക്കുമ്പോ നമുക്കും നമ്മളെ ഒന്നല്ല നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത വന്നു. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പലതും, പക്ഷെ അത് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ആളുകൾ ഇത്രയും അച്ചീവ്മെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എടുക്കണ്ടേ, എനിക്കും അതിലൊരാളായി മാറണം എന്നൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട്. ഓക്കെ. ഈ വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം മാത്രമായിരുന്നു അത് ഇവൻ വെസ്റ്റേജ് വിമൻസിനെ എന്താ സ്ത്രീ ശാക്തീകരണം എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത്. അപ്പം ഇതുവരെ അങ്ങനെ ഒരു ഫംഗ്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തോന്ന് അറിയില്ല നിങ്ങളുടെ വേറെ ഫംഗ്ഷനിലൊക്കെ. പക്ഷെ ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്ത സമയത്ത് നാരി ശക്തി അതിനെപ്പറ്റി സ്ത്രീകളെ ഓരോ അച്ചീവ്മെന്റ്സും ഒക്കെ അവിടെ കാണിച്ചിരുന്നു. അതൊക്കെ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഐ മീൻ ഈ ഒരു എന്താ പറയുക സ്ത്രീകളെ ഇത്രമാത്രം ബഹുമാനിക്കുന്ന ഒരു കമ്പനിയാണ് ഇതെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു ഓൺലൈൻ ഇതിലായാലും നമ്മുടെ ഓരോ മീറ്റുകളിൽ ഞാൻ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ മിസ്സാക്കാറില്ല. പിന്നെ ഇങ്ങനെ ഓഫ്ലൈൻ ആയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ അച്ചീവേഴ്സ് മീറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അച്ചീവേഴ്സ് മീറ്റ് അറ്റൻഡ് ചെയ്തപ്പോ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ഒരു പ്രോഗ്രാം മിസ്സാക്കാതെ ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അച്ചീവേഴ്സ് മീറ്റിന് വന്നത്. അപ്പൊ ഈ ഒരു മീറ്റിലേക്ക് വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ നമ്മുടെ ഒരു വെസ്റ്റേജിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് യൂത്തിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ നമ്മുടെ ഒരു ബിസിനസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത്രയും വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നുള്ളത് അത് ഈ ഒരു വുമൻസ് എംപവർമെന്റ് പ്രോഗ്രാം കണ്ടപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇത്രയ്ക്കധികം സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. അച്ചീവേഴ്സ് മീറ്റിലൊന്നും ഇത്ര ആദ്യം ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞത് അത് വലിയൊരു പ്രോഗ്രാം, എന്താ പറയുക, സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് അച്ചീവേഴ്സ് മീറ്റിൽ വന്നപ്പോഴാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ആരെ കണ്ടു കഴിഞ്ഞാലും പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താണ്? അതേപോലെ ഇത് അറ്റൻഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? മെസ്സേജ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെസ്റ്റേജ് എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ പരാജയമില്ല, വിജയം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും എന്താ പറയാ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എന്താണ് വെസ്റ്റേജ് എന്ന് കൃത്യമായിട്ട് ഇതുപോലുള്ള ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ഞാനൊരു വീട്ടമ്മയാണ്. വീട്ടിലിരുന്നുകൊണ്ട് ഇപ്പൊ ഓൺലൈൻ വഴിയായിട്ടുള്ള ഓരോ മീറ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള അത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോഴാണ് എന്താണ് ഈ വെസ്റ്റേജ് എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മളെ ഒന്നല്ല എന്ന് മനസ്സിലാക്കുന്നത് അതിലൂടെയാണ്. കാരണം നമ്മളെക്കാളൊക്കെ നമുക്കിപ്പോ കുറച്ച് നമ്മൾ ചെറുപ്പമാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസങ്ങൾ ഉണ്ടെന്ന് വെക്കാം. പക്ഷെ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ഇത്രയും പ്രായമായ ആളുകൾ വരെ ഇതിൽ വർക്ക് ചെയ്ത് ഇത്രയും അച്ചീവ്മെന്റ്സ് ഒക്കെ എടുക്കണമെന്ന് കാണുമ്പോൾ ശരിക്കും നേരിട്ട് കാണണം. അപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോ പ്രോഗ്രാം വരുമ്പോൾ ഒരിക്കലും മിസ്സാക്കരുത്, തീർച്ചയായിട്ടും പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഞങ്ങൾ ഷാജിദ് സാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനാണെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി വെസ്റ്റേജിനാണ് കൊടുത്തിരിക്കുന്നതെന്ന്. സാർ അങ്ങനെ പറയണതിൽ കൂടി ഞാൻ ജസ്റ്റ് കേട്ടുള്ള ഒരു ഇതുള്ളൂ. പക്ഷെ എനിക്ക് നമ്മുടെ ഈ അച്ചീവേഴ്സ് മീറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിലുള്ള ഒരു ചിന്ത അതാണ്. ഇപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനാണെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി ഞാനിപ്പോ വെസ്റ്റേജിന് കൊടുത്തത്, തേർഡ് പ്രയോറിറ്റിയാണ് ഫാമിലിക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് വലിയൊരു ഇതാണ് നമ്മുടെ ഈ ഒരു വെസ്റ്റേജ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ ഒരിക്കലും മിസ്സാക്കാതെ അത് നല്ല രീതിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതല്ല അതിനുപരി നമുക്ക് ഇതിലൂടെ നേടാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നമ്മുടെ ഈ ഒരു വെസ്റ്റേജിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് വരിക, തീർച്ചയായിട്ടും വിജയം സാധിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒന്നും ഇല്ല എന്ന് കരുതണ്ട, നമുക്ക് വരാൻ വരുന്നേ ഉള്ളൂ, ടൈം ആവുന്നേ ഉള്ളൂ. ഞാൻ 3 മാസമായിട്ടുള്ളൂ. ശ്രമിച്ചാലേ കിട്ടാത്തായിട്ട് ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകളെ നമുക്ക് പുറത്തെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ വെസ്റ്റേജിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെസ്റ്റേജിന്റെ ഇതിലേക്ക് വരിക. അതുപോലെ തന്നെ പ്രോഗ്രാമുകളെല്ലാം മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിലൂടെ ഒരു വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. താങ്ക് യു സജിത മാം. ഇത് പറഞ്ഞ സമയത്താണ് 3-ാം സ്ഥാനം മാത്രമാണ് ഫാമിലിക്ക് കൊടുക്കുന്നത് പറഞ്ഞു. നിങ്ങൾ ഒറ്റക്കല്ല ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തത്, മകനെയും കൂട്ടി എന്ന് പറഞ്ഞു.
അപ്പൊ മകൻ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തോ അതോ അവിടെ ആക്കിയിട്ട് പോയോ, കൂടെ നിന്ന് ഇത് മുഴുവൻ കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവർ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? മകൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ശരിക്കും പറയുകയാണെങ്കിൽ സാർ അവനും ഹാപ്പിയാണ്. ശരിക്കും പ്രോഗ്രാമിൽ ഞാൻ തനിച്ചാണ് വന്നത്. അപ്പൊ നമ്മുടെ സരിതയും മാം പറഞ്ഞ പോലെ തന്നെ ഫാമിലി കൂടെ ഉണ്ട്, സപ്പോർട്ടാണ്. പക്ഷെ ഞാൻ ഈ വെസ്റ്റീജിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തനിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോ. കാരണം എന്താ വെച്ചാല് എനിക്ക് ഇതിലേക്കുള്ള ആ ഒരു സ്പിരിറ്റ് അത് അത്രയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ മക്കളായാലും ചിലപ്പോൾ പറയും എപ്പോ നോക്കിയാലും ഉമ്മ ഇപ്പൊ ഇതാണ്. കാരണം എന്താ, എപ്പോഴും മീറ്റിംഗ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണേന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഞാൻ പറയും എന്ത് പറഞ്ഞാലും ഈ മീറ്റിംഗ് ഒഴിവാക്കിയിട്ടുള്ള യാതൊരു പരിപാടിക്ക് ഞാൻ ഇല്ല എന്നാണ് പറയും. കാരണം എന്താ വെച്ചാല് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഞാനിപ്പോ ചെറിയൊരു ഹോട്ടൽ നടത്തുന്ന ഹസ്ബൻഡ്, ആ ഹോട്ടലില് ഇപ്പൊ കുക്കായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ പോലും ഞാൻ 2 മണിയുടെ മീറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കും. അതുപോലെ ചിലപ്പോൾ MC ചെയ്യാനുള്ള സമയമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു കിച്ചണിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ MC ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഒരു ഫാമിലിയാണ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്യണം, ഏത് രീതിയിലാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, ആ രീതിയിലൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നമ്മുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഓക്കെ തീർച്ചയായിട്ടും ഇപ്പൊ ഫാമിലി എതിർത്താൽ പോലും ഞാൻ ഇതിൽ നിന്ന് വിടാനുള്ള ഉദ്ദേശമില്ല. തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് ഒറ്റക്കാണ് എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യുന്നു, വെസ്റ്റീജ് ഒറ്റക്കാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എന്തായാലും ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പായും അവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, കാരണം ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. ഇപ്പൊ നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷൻസ്, വെസ്റ്റീജ് അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. അവിടെ എന്തെങ്കിലും പിന്നെ അച്ചീവ് ചെയ്തിട്ട് കയറാനാണോ അതോ വെറുതെ ഒരു കാണിയായിട്ട് നോക്കി കാണാനാണോ പോകുന്നത്? അല്ല സാർ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്രോൺസെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. എത്തിപ്പെടാൻ വെരി സാധിക്കുമെന്ന് എനിക്കറിയില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നടക്കട്ടെ. അതേപോലെ തന്നെ ആ ഒരു അവാർഡ് ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഫാമിലി ആയിട്ട് സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ വെച്ചിട്ട് ആ ഒരു അംഗീകാരം കിട്ടുന്നത് കാണുകയും അതിൽ കൂടി ഈവൻ ഹസ്ബൻഡും ഫുൾ ടൈമർ ആയിട്ട് വെസ്റ്റീജിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ സാധിക്കട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് വിട പറയുന്നു. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത്, താങ്ക് യു സജിത മാം. നെക്സ്റ്റ് നമുക്ക് താങ്ക് യു. കാണാൻ പോകുന്ന വ്യക്തി വളരെ എന്താ പറയണ്ടേ, ഒരു വെസ്റ്റീജിൽ തന്നെ വലിയൊരു പിന്നെ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ്, ക്രൗൺ ഡയറക്ടർ എന്നുള്ള വ്യക്തിയാണ്. ഇപ്പം അവര് സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ കണ്ടതെല്ലാം പുതുക്കക്കാരാണ് അല്ലെ, തുടക്കക്കാരാണ്. 3 മാസം 6 മാസം മാത്രം പ്രായമുള്ള വെസ്റ്റീജിൽ ഐഡിയ എടുത്ത ആൾക്കാരാണ്. എനിക്ക് കാണാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞ ഒരു ക്രൗൺ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റീജിൽ ഒരു 1 lakh ഇൻകം നേടുന്ന ഒരു വ്യക്തിയാണ് ക്രൗൺ ഡയറക്ടർ. ആ ലെവലിൽ എത്തിയ ഒരു വ്യക്തി, അതും ഒരു ലേഡി ഓൺട്രപ്രണർ. ആ വ്യക്തി ഈ ഒരു വെസ്റ്റീജ് വിന്നിംഗ് ടീമിന്റെ വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം ഒക്കെ കേരളത്തിൽ 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തോന്ന് അറിയില്ല, അത് നമുക്ക് ചോദിക്കാം. അഥവാ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പല ഫംഗ്ഷൻസ്, വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. എങ്കിൽ കൂടി അവർക്ക് ഈ ഒരു വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാമിൽ വന്ന സമയത്ത് എന്താണ് അനുഭവം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം ഷീല ആലക്കോട് ഫ്രം വെൽക്കം ചെയ്യുന്നു ഷീല ആലക്കോട്. ഗുഡ് മോർണിംഗ് സർ. താങ്ക് യു സർ ഫോർ യുവർ നൈസ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ഷീല ആലക്കോട്, കണ്ണൂർ ജില്ലയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. സർ ഞാൻ ക്ലിയർ ഓഡിയബിൾ ആണല്ലോ അല്ലെ? ക്ലിയർ. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് സ്ത്രീ ശാക്തീകരണം എന്നുള്ളത്. അതായത് ഏതൊരു ലേഡിയും, വിഷമിക്കുന്ന ഏതൊരു ലേഡിയെയും സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക, കുടുംബത്തിൽ അവൾക്ക് നല്ലൊരു വില ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിലേക്ക് നമുക്ക് പോവാം. സെൽഫ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഒരു എംപ്ലോയി ആണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഗവൺമെന്റ് എംപ്ലോയി ആണ്. പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ഈ തുടക്കമിട്ടത്, അതായത് വുമൻസ് എംപവർമെന്റ്. അത് തന്നെയാണ് എന്റെ വിഷയവും. ഓക്കെ. അപ്പം മാഡം പറഞ്ഞു സ്ത്രീ ശാക്തീകരണം എന്റെ ഏറ്റവും വിഷയം, അതൊന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. അത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വില ഉണ്ടാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു അനുഭവമാണ്. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് എന്റെ ഹോസ്റ്റലിൽ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് ജോലി ചെയ്ത സ്ഥലത്തേക്ക് പോയ ഒരാളാണ്. അന്ന് 20 വർഷത്തോളമായി ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പോ എനിക്ക് ഫീൽ ചെയ്ത ഒരു അനുഭവം, നമ്മൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അത് പല സ്ത്രീകൾക്കും അത് കിട്ടാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് ഒരു ഏണിംഗ് പേഴ്സൺ അല്ല അവരുടെ ഫാമിലിയിൽ. ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് നിങ്ങൾ എത്രമാത്രം വില കൊടുക്കുന്നു എന്നറിയില്ല. ആ ഒരു
ഇതും കൂടി നമ്മൾക്ക് ഈ പ്രോഗ്രാമിൽ നിന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് ദീപക് സൂദ് സർ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നു. അത് എല്ലാവർക്കും മനസ്സിലായോ എന്നറിയില്ല. പക്ഷെ എന്താണ് പറഞ്ഞത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്താലും വീട്ടിൽ നിന്നും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നിനക്കെന്താ ഇവിടെ പണി എന്നുള്ളത്, അല്ലെ? എല്ലാ ഭർത്താക്കന്മാരും അവരവരുടെ ഭാര്യമാരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിനക്കെന്താ ഇവിടെ പണി? ഞാൻ ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഞാനാണ് വാങ്ങിക്കൊണ്ടുവരുന്നത്, എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ഫീസ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്, നിനക്ക് ഇതിവിടെ വെച്ചുണ്ടാക്കിയാൽ പോരെ, എന്താണ് പണി എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? ഈ പ്ലാറ്റ്ഫോമിലുള്ള 99.9% ലേഡീസും അത് അഭിമുഖീകരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കുടുംബത്തിന് താങ്ങും തണലും ആവുന്നതിനോടൊപ്പം നമ്മൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം, അല്ലെ? നമ്മൾക്ക് വില കളയുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലെ എല്ലാവരെയും നമ്മുടെ ജോലികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മളും ഒരു ഏണിംഗ് മെമ്പറായി എന്നാണ് ഒരു സ്ത്രീ വരുമാനദായകയാവുന്നത്. അന്ന് അവൾക്ക് അവിടെ അവരുടെ വീട്ടിൽ സംസാരിക്കാൻ, അഭിപ്രായം പറയാൻ ഒരു വിലയുണ്ടാവും എന്ന് തെളിയിക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയായിരുന്നു നമ്മൾ അറ്റൻഡ് ചെയ്ത ഈ വുമൻസ് എംപവർമെന്റ് പ്രോഗ്രാം. പുരുഷന്മാർക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടാവും, സോറി, എങ്കിലും ഞാൻ പറയും. താങ്ക് യു. ആക്ച്വലി നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മളൊക്കെ പ്രത്യേകിച്ചിട്ട് വെസ്റ്റിയിൽ വന്നതിന് ശേഷം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ നമ്മളെ ഇഷ്ടംപോലെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ SP പരിസർ സാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യം. ഈവൻ നമ്മളൊരിക്കലും വിന്നിംഗ് ടീമിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളും ഒരിക്കലും എന്ന് പറയേണ്ട ആ ഒരു നിലയിൽ ചിന്തിക്കുകയില്ല. കാരണം അവിടെ തന്നെ ദീപക് സൂദ് സാർ പറഞ്ഞു, മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ വ്യക്തികൾ, അത് സ്ത്രീകളാണെന്ന് പറഞ്ഞു, അല്ലെ? വേറെ എല്ലാ ആൾക്കാർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമായിരിക്കും ഫോക്കസ്, പക്ഷെ സ്ത്രീകൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് അവിടെ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞതാണ് ഒരു ക്രിയേറ്റർ ആയിട്ട്, അല്ലെ? ഒരു ക്രിയേറ്റർ ആയിട്ട് എന്ന് വെച്ചാൽ ലോകത്തിനെ തന്നെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. അവർ റെസ്പെക്ട് അവിടെ കൊടുക്കണം എന്നുള്ളതും പറഞ്ഞു. ശരിയല്ലേ? വെരി ഗുഡ്, താങ്ക് യു. നിങ്ങൾക്ക് ഇപ്പം വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം കേരളത്തിൽ 2 പ്രാവശ്യം നടന്നു. കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്തിരുന്നോ? അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് പറയൂ. അറ്റൻഡ് ചെയ്തിരുന്നോ? ചെയ്തില്ല സർ, ഫസ്റ്റ് ടൈം ആണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ടാണ് വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അപ്പോ ഒരു എന്താണ് പിങ്ക് ഡ്രസ്സിൽ ഇതുവരെ ഒരു ഫംഗ്ഷൻസിലും നമ്മൾ ഇങ്ങനെ ഒരു പിങ്ക് ഡ്രസ് ഇട്ടിട്ടില്ല, അല്ലെ? വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാമിൽ മാത്രമാണ്. എപ്പോഴും നമ്മൾ വെസ്റ്റീജിന്റെ യൂണിഫോം, ഷില മേഡം ഒക്കെ എന്ന് പറഞ്ഞാൽ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അത്രയും അതുകൊണ്ട് ഈ ഒരു ലേഡി ഓണ്ടർപ്രണർ എങ്ങനെയായിരിക്കണോ അതേ രീതിയിൽ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ഒരു എന്താണ് പിങ്ക് ഡ്രസ്സിലേക്ക് വരാൻ പറഞ്ഞ സമയത്ത് അത് നടക്കുമെന്നുള്ള, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ബിസിനസ്സിന് പറ്റിയൊരു ഡ്രസ്സാണോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾ അത് ഇട്ട് വന്ന സമയത്തും അതേപോലെ അവിടെ കടൽ പോലെ കിടക്കുന്ന പിങ്ക് ഡ്രസ് ഇട്ട ആൾക്കാരെ കണ്ട സമയത്തൊക്കെ എന്താണ് തോന്നിയത്? ശരിക്കും പറഞ്ഞാല് സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മാറ്റി കൂട്ടുന്ന ഒരു കളറായിരുന്നു പിങ്ക്, അല്ലെ? എവിടെ നോക്കിയാലും എന്താണ് റോസാ പുഷ്പം, ഏറ്റവും നല്ല ഭംഗിയുള്ള പൂവാണല്ലേ? അതുപോലെ തന്നെ അത്രയും എല്ലാവരും നല്ല സുന്ദരിമാരായ എത്രയോ റോസാ പുഷ്പങ്ങളെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു, ലേഡീസിനെ. അത് ഭയങ്കര അനുഭവം തന്നെയായിരുന്നു. അത്രയും ജനങ്ങൾ ഒരുമിച്ച് പുറമേക്ക് ഇറങ്ങുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. കാരണം എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് UCD-മാര് തന്നെ സ്റ്റേജിൽ പകുതി പേരോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നു. പക്ഷേ അത് എന്താ പറയാ, അന്ന് റോസാ പുഷ്പങ്ങളുടെ ഒരു കടലായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാ സ്ത്രീകൾക്കും ഒരു മനസ്സിന് ആനന്ദം നൽകി. കാരണം ഞാൻ മാത്രമല്ല ഇതിൽ, എന്നെപ്പോലെ ഒരുപാട് പേര് ഇതില് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്ന് ഓരോരുത്തർക്കും, സാധാരണക്കാർക്ക് വന്നിട്ടുണ്ടാവും. അതായത് എനിക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ഫാമിലി ആയിട്ട് ഹസ്ബൻഡിനെയും കൂട്ടി വന്ന ആൾക്കാർക്ക് അവർക്കൊരു ഇതുണ്ടാവും, ഓ എന്റെ വൈഫ് മാത്രമല്ല ഒരുപാട് ലേഡീസ് ഇതിൽ ചെയ്ത് വിജയിച്ച ആൾക്കാരുണ്ടെന്നുള്ള ഒരു തെളിവ് നമുക്ക് അന്ന് അവിടെ കിട്ടി എന്നുള്ളതാണ്. എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഒരു ഫാമിലിക്ക് അതവിടെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഇത്രയും ആൾക്കാർ ഒരേ ഡ്രസ്സിൽ, അതും എല്ലാം വിമൻസ്. ഇവൻ താഴെ അതിന്റെ അവിടെ ജെന്റ്സിന് അവിടെ എൻട്രി പോലും ഉണ്ടായിരുന്നു, അല്ലെ? താഴത്തെ ഫ്ലോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്റ്സിന് എൻട്രി ഉണ്ടായിരുന്നു. ഇത്രയും ഇവൻ എന്നെ പോലും അകത്ത് കയറ്റുമോ എന്നുള്ള എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് ഒരു UCD ഒക്കെ പിന്നെ ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് അവിടെ ഫ്രണ്ടിൽ റോയിൽ ഇരിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഒരു പുരുഷന്മാർക്ക് അവിടെ എൻട്രി ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് ഒരു എന്താണ് വെസ്റ്റീജിന്റെ ഒരു
എന്ന് പറഞ്ഞാൽ അതൊരു പ്രിവിലേജ് തന്നെയാണ്, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം ഉണ്ട്, അതിലും 30 വയസ്സ് കൂടുതലുള്ള ആൾക്കാരെ അവരെ അതിലേക്ക് എൻട്രി ചെയ്യിക്കില്ല, യൂത്തിന് മാത്രമുള്ളതാണ്. അത് ഇതുവരെ കേരളത്തിൽ നടന്നിട്ടില്ല, അടുത്ത് തന്നെ അത് നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഷീല മാം അവിടെ വന്ന സമയത്ത് വളരെ അത് കണ്ട സമയത്ത് എക്സൈറ്റ്മെന്റ് ആയി എന്ന് പറഞ്ഞു. എങ്കിൽ കൂടി ഈ ഫംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്താണ് ഉണ്ടായത്? ഫംഗ്ഷനിൽ നിന്നും എക്സൈറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ലേഡീസിനെ ഒരുമിച്ച് കാണാൻ സാധിച്ചു അവിടെ, അല്ലെ? നമ്മള് എല്ലാ പ്രോഗ്രാമിനും പോകുമ്പോൾ മിക്സഡ് ആയിട്ടായിരിക്കും ആൾക്കാർ ഉണ്ടാവുന്നത്. പക്ഷെ വിമൺ എംപവർമെന്റ് എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു വേദി നമുക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. ഫുൾ ലേഡീസ് ആണ്. അത്രയും സ്ത്രീകള് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഓണ്ടർപ്രണർഷിപ്പിലേക്ക് അത്രയും സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വരാൻ സാധിച്ചു. അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടി നല്ലൊരു കുടുംബം അവിടെ കെട്ടിപ്പടുക്കാൻ സാധിച്ചു. അതായത് വലിയൊരു കൂട്ടുകുടുംബത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. അതിന് ഓരോ സ്ത്രീക്കും, അവിടെയുള്ള ഓരോ സ്ത്രീകളും ഭാഗ്യവതികളായിട്ടാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തിരുന്നത്. കാരണം നമ്മുടെ ലേഡി ലീഡേഴ്സ് ഒക്കെ അന്ന് അവിടെ സ്റ്റേജിൽ കയറി അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സമയത്ത് ശരിക്കും ഒരു ഉൾപ്പളകത്തോടു കൂടിയാണ് ഞങ്ങൾ മറ്റുള്ള ലേഡീസ് അത് കേട്ടിരുന്നത്. UCDs ആൻഡ് എബോവ് ആണ് ഞാൻ വരുന്നവരെ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. അതായത് ഓരോ ലേഡി ലീഡറും അവരുടെ ഫാമിലി എത്രമാത്രം ശ്രദ്ധിക്കുന്നു, അത് വെസ്റ്റീജിയൻസിന്റെ മാത്രം ഒരു ഇതാണ്. ഞാനിപ്പം വുമൻസ് എംപവർമെന്റ് എന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് വെസ്റ്റീജിൽ വന്നതുകൊണ്ട് നമ്മൾക്കത് കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ വെസ്റ്റീജിയൻസ് ആയിട്ടുള്ള ഓരോ പുരുഷന്മാരും റെസ്പെക്ട് ചെയ്താണ് അവരുടെ ഭാര്യമാരെ നോക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ കാണുന്നത് റെസ്പെക്റ്റോട് കൂടിയാണ്. നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മൾക്ക് യാത്ര ചെയ്യാം നമ്മുടെ വെസ്റ്റീജിയൻസിന്റെ കൂടെ. അങ്ങനെ ഒരു സുരക്ഷിതത്വം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഫാമിലി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നേരത്തെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ FRU ഹൈദരാബാദിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അത്രയ്ക്കും തിരക്കാണ് അവിടെ. കാരണം 100-151 കാറ മറ്റെയാണ് അവിടെ റിവീൽ ചെയ്യുന്നത്. ആ ഓരോ കാർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയ്ക്കും നമ്മൾ റഷായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു വെസ്റ്റീജിയൻ പോലും നമ്മുടെ ഒന്ന് അറിയാതെ പോലും നമ്മളെ ഒന്ന് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഏതൊരു ക്രൗഡിലും ഒരു സ്ത്രീ ചെന്ന് കഴിയുമ്പോൾ അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കത് ഫീൽ ചെയ്യാം, പുറമേ ഉള്ള ഒരു ക്രൗഡാണെങ്കിൽ. പക്ഷേ ഈച്ച് ആൻഡ് എവരി വൺ വെസ്റ്റീജിയൻ റെസ്പെക്ട് ഓൾ വുമൻസ്, അത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ടീമായിട്ടായിരിക്കും നിങ്ങൾ അവിടെ ഉറപ്പായിട്ടും എത്തിയിട്ടുണ്ടാകുക. അപ്പം ടീം അംഗങ്ങളൊക്കെ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? കാരണം അവർക്ക് ഇവിടെ ഒരു സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ടീം അംഗങ്ങളൊക്കെ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് അവർക്ക് കിട്ടിയ ഫീലിംഗ് എന്താണ്? അതുകൂടി ഒന്ന് ഷെയർ ചെയ്യും. ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനടക്കം. അതായത് വർക്കിംഗ് ഡേ ആണ്, എന്റെ കൂടെ അധികം വർക്ക് ചെയ്യുന്ന ലേഡീസ് ആണ് ഉള്ളത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതിന് തൊട്ട് മുമ്പ് ഒരു പ്രോഗ്രാം നടന്നല്ലോ, അന്ന് ലീവ് എടുത്താണ് പലരും വന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം പ്രാവശ്യം ലീവ് ചോദിക്കുമ്പോൾ പലർക്കും അത് ലീവ് കിട്ടാത്തത് കൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും റിഗ്രറ്റ്, എനിക്ക് ഏറ്റവും സങ്കടം വന്ന ഒരു അവസരമായിരുന്നു. അധികം ആൾക്കാർക്ക് ഇത് കാണാൻ സാധിച്ചില്ലല്ലോ, അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. ഇതിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അവരെത്ര ഉന്നതങ്ങളിൽ എത്തുമെന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു അനുഭവമായിരുന്നു. അധികം പേർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. പക്ഷെ വന്നവർ ഫുൾ ടീം സ്പിരിറ്റോടെയാണ്, അതായത് എന്താണ്, ബ്ലഡിലാണ് അന്നത്തെ പ്രോഗ്രാം അലിഞ്ഞതെന്ന് പറയാം. അത്രയ്ക്കും അവർ എംപവേർഡ് ആയിട്ടാണ് അന്ന് അവിടെ നിന്ന് പോകുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാഡത്തിന് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാൻ? ശരിക്കും എനിക്കന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എന്റെ കൂടെയുള്ള എല്ലാവരും തന്നെയും രാവിലെ ഉള്ള ഫസ്റ്റ് ട്രെയിനിന് പോയി. പക്ഷെ എനിക്ക് അന്ന് ആ സമയം പോകാൻ സാഹചര്യം അനുവദിച്ചില്ല. പക്ഷെ തനിച്ചാണ് ഞാൻ പോയത്. എല്ലാവരും അവിടെ എത്തി. എനിക്ക് വാസന്തി സീറ്റ് പിടിച്ചു വെക്കുമായിരുന്നു ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ സീറ്റ് കിട്ടില്ല. ആ താഴത്തെ തന്നെ സാറിന്റെ ഒക്കെ തൊട്ട് പുറകില് സെക്കൻഡ് റോയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അപ്പോ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എന്തും സാധിക്കുകയുള്ളൂ. എങ്കിലും ഞാൻ പോയി നേരത്തെ എത്തി. കാരണം ഞാൻ അവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് തിരിച്ചെത്തി. എനിക്ക് എന്റെ മോളെ പിന്നെ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതായത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോ ഇത്രയും വേറൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തില്ല. കാരണം വീട്ടിലുള്ള പല സാഹചര്യങ്ങളും പറഞ്ഞത് മാറി നിൽക്കും. പക്ഷെ എന്റെ ഉദ്ദേശം, എനിക്കത് കംപ്ലീറ്റ് ഫുൾ ടൈം അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്റെ ഒരു സാന്നിധ്യം അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയണം എന്നുള്ള തീർച്ചയായിട്ടും എനിക്ക് അവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തതിനാലാണ് എനിക്കന്ന് അവിടെ എത്താൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് തീരുമാനം എടുക്കുന്നോ അതിൽ പ്രപഞ്ച ശക്തി നമ്മളോടൊപ്പം നിൽക്കുമെന്നാണ്, അല്ലെ? അതായത് അന്ന് വെറും ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീ ദീപക് സാറിനോട് വന്ന് ചോദിച്ചു, സാർ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊരു വരുമാനം വേണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞ് അവിടെ വന്നു എന്ന് പറഞ്ഞൊരു സ്റ്റോറി സാറ് പറഞ്ഞു, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ആ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് ഒരു തീരുമാനമെടുത്ത് വർക്ക് ചെയ്താൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഫാമിലിയിലെ വിളക്കുകളായിട്ട് തന്നെ കത്തിജ്വലിച്ച് നിൽക്കാൻ ഓരോ സ്ത്രീക്കും സാധിക്കും. അപ്പോൾ തീരുമാനം ഇന്ന് എല്ലാവരും തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കാത്തവർ വരെ തീരുമാനമെടുക്കണം. അടുത്ത FRUവിന് എത്തുമ്പോൾ നമ്മൾ നല്ലൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്യുക മാത്രമല്ല, ഒരു വരുമാനദായക മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് നമ്മളിൽ നിന്നാവണമെന്ന് നമ്മൾ ഓരോ സ്ത്രീയും തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾക്ക് കഴിയുന്ന എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു ഷീല മാം. വളരെ വലിയൊരു മെസ്സേജ് ആണ് ഷീല മാം നമുക്ക് തന്നിരിക്കുന്നത്. ആക്ച്വലി ഫങ്ഷൻസിൽ കൂടിയാണ് ഈ ബിസിനസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുക. ഫങ്ഷൻസുകൾ ആരൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നു അവരുടെയൊക്കെ ഹയർ പിന്നിലേക്കും പോകുന്നുണ്ട്, അവരുടെ ബിസിനസ് ഗ്രോയും ചെയ്യുന്നുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാനൊക്കെ ആക്ച്വലി ദുബായിലാണ് ബിസിനസ് ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിലും എല്ലാ ഫംഗ്ഷനും ഞാൻ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഇതിന് എന്തെങ്കിലും, കാരണം ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന ഫംഗ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്, അതും വെസ്റ്റീജിന്റെ ഫംഗ്ഷനാണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അത്ര പേർക്കും ഏകദേശം ഒരു 5000 പേര് വരെയെങ്കിലും പങ്കെടുപ്പിക്കണം എന്നുള്ള രീതിയിലാണ് വെസ്റ്റീജ് അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ വെറും 1600 പേരെയാണെങ്കിൽ അത്രയും പേരെ ഒന്നിച്ച് കാണുന്ന സമയത്തും കാണുകയും അതേപോലെ തന്നെ നിങ്ങൾ എന്ത് പിന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിക്കഗ്നേഷൻ ഉണ്ട്. അതൊക്കെ കാണാൻ പോകുന്ന ഒരു വെസ്റ്റീജിന്റെ ഒരു മാമാങ്കമാണ് ഒരു വർഷത്തിൽ നടക്കുന്ന അവാർഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതില് നിങ്ങൾ ഇപ്പം ഇനി ജനുവരി 25-ാം തീയതിയാണ് ആ ഫംഗ്ഷൻ വരുന്നത്. അതിലേക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുക, എന്തെങ്കിലും അച്ചീവ് ചെയ്ത് പങ്കെടുക്കുക. കാരണം അവിടെയാണ് നിങ്ങൾക്ക് എന്താ പറയേണ്ട ഒരു വലിയൊരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് FRU വരുന്നുണ്ട്. അത് ഫെബ്രുവരി മാസം 6-7 അവിടെ നിങ്ങൾക്ക് എന്താ പറയണ്ടേ വെസ്റ്റീജ് പോലെയല്ല, അതിനേക്കാൾ ഉപരി എന്താ പറയുക അത് അറ്റൻഡ് ചെയ്ത് കൂട്ടർക്ക് പറയും. അതെങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അറിയില്ല. അതൊരു വേറെ ലെവലാണ്. ഒരു എന്താ പറയാ ഫിലിം ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണോ റെക്കഗ്നൈസ് ചെയ്യുന്നത് അതിൽക്കും ഉപരി എന്ന് പറയാൻ പറ്റും. അത്രയും അത് അറ്റൻഡ് ചെയ്ത കൂട്ടർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെയും വലിയ പിന്നുകൾ അച്ചീവ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക. അവിടെ ആക്ച്വലി ക്രൗഡിന്റെ അബവ് മുതലാണ് അവിടെ റെക്കഗ്നേഷൻ ഉണ്ടെങ്കിലും താഴെയിലെ ആൾക്കാരെയും ആദ്യമായിട്ട് കേരളത്തിന് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കാം. അപ്പൊ അന്ന് ചെയ്യുന്ന സമയത്ത് അയ്യോ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകാൻ പാടില്ല. അപ്പൊ ഫംഗ്ഷൻസിൽ നമ്മൾ പൂർണ്ണമായി 100% മുഴുകിയിട്ട് പങ്കെടുക്കുക, പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളുക, അത് എൻജോയ് ചെയ്യുക. ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ അറിയാതെ ഒരു ബിസിനസ് വളരുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ് വളരുകയും നമ്മൾക്ക് വരുമാനം വരുന്ന സമയത്തും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്ന പണം ഇതിൽ കൂടി കിട്ടിത്തുടങ്ങും. ആ സമയത്ത് നമുക്ക് വേറെ എന്താ പറയണ്ട ഇതിൻ്റെ അകത്ത് വേറെ ഇനി അത് കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നേക്കാൾ ഉപരി ഈ ഒരു ഫംഗ്ഷനിൽ എൻജോയ് ചെയ്യുക എന്നുള്ള ലെവലിൽ നമ്മൾ പിന്നെ പങ്കെടുക്കുക. അതേപോലെ തന്നെ എന്താ പറയുക നല്ലൊരു കൾച്ചർ നമുക്ക് ഇവിടെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. വിന്നിംഗ് ടീമിനും അതേപോലെ തന്നെ വെസ്റ്റിൽ കൂടി നല്ലൊരു കൾച്ചർ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ എന്താ ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് മാറുക ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന ലെവലിലേക്ക് മാറുക ചെയ്യുന്നു. ഇതൊക്കെ നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഇതുപോലെയുള്ള എത്തിക്സ് ഉള്ള കമ്പനികളിൽ വന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. ഭാഗ്യവശാൽ നമ്മളൊക്കെ അതിന്റെ പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇനി അങ്ങോട്ട് വെസ്റ്റീജിനെ ശരിക്കും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. വെസ്റ്റീജിനെ കൂടുതൽ പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെസ്റ്റീജ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ ഓർഗനൈസേഷനായ വിന്നിംഗ് ടീം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. അപ്പം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതും അതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണെങ്കിലും നമ്മൾക്കിതിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു സങ്കോചം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ അവിടെ എനിക്ക് എൻട്രി പോലും കിട്ടിയില്ല, അകത്ത് കയറാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് 100% വിമൻസിന് മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അത് 2 പേരെയും കയറ്റുകയാണെങ്കിലും ആണുങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് മുകളിലും സ്ത്രീകളെ താഴെയും എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു വെച്ചത്. എന്നാലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഒരു അവസരം കൊടുത്തു. പലപ്പോഴും നമ്മളോട് സ്റ്റേജിൽ നിന്ന് പല ആൾക്കാരും സ്ത്രീകളോട് കൈയടിക്കാൻ പറഞ്ഞ പോലത്തെ സമയത്ത് പോലും അറിയാതെ നമ്മൾ കൈയടിച്ചു പോയിട്ടായിരുന്നു. അത്രയും എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പലപ്പോഴും എന്താ പറയുക സ്ത്രീകളെ പറ്റി കൈ ഉയർത്താൻ പറയുന്ന സമയത്ത് അറിയാതെ നമ്മളും കൈ ഉയർത്തി പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാനും ഒരു സ്ത്രീയായിട്ട് അവിടെ പങ്കെടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രയും വളരെ നല്ല മനോഹരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു. വളരെ എൻജോയ് ചെയ്യാൻ പറ്റി. ഈവൻ പലപ്പോഴും സ്ത്രീകളുടെ പ്രോഗ്രാം ആയിട്ട് കൂടി
പുരുഷന്മാരെയും കൂടി അവിടെ എന്താ പറയണ്ടേ നമ്മളെ ഓണർ എന്നാണ്ട് അനുഗ്രഹിക്കുന്ന പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ഒരു വലിയ ഒരു അനുഭവമായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. പുതുതായി വന്ന വ്യക്തികൾക്ക് അതൊരു എന്നാണ്ട് ഒരു പുതിയ ഇൻസ്പിറേഷൻ ആയിരിക്കും മുന്നോട്ടേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത്രയും സെഷൻ മനോഹരമായി ചെയ്തു തന്ന എല്ലാവർക്കും നന്ദി. അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന നന്ദി. ഇന്നത്തെ ഈ ഒരു മോർണിംഗ് CP നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കൃത്യം 5:45 തന്നെ അറ്റൻഡ് ചെയ്യുക. നല്ല രീതിയിൽ ആ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം മാക്സിമം ആൾക്കാരെ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവരെയും ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു നാളത്തെ ഒരു സുപ്രഭാതം പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ആൻഡ് വിഷ് യു വെൽ.